ഷാരു എന്താ ഇപ്പൊ കാണിച്ചത്? എന്ത് പണിയാ ഷാരു കാണിച്ചത്? ഇത്ര പോലും ഓർമ്മയില്ലയോ ഷാരുവിന്? ഇങ്ങനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഷാരു എങ്ങനെ ഓർക്കും? എല്ലാ കാര്യവും ചെയ്തിട്ട് അറിയാതെ പറ്റിന്ന് പറഞ്ഞാൽ മതിയോ? ഫസ്റ്റ് ഇന്റർവ്യൂ തന്നെ കൊളായല്ലോ. ഫസ്റ്റ് ഇന്റർവ്യൂ തന്നെ ചളവായി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും കുറെ ക്ലീഷേ ക്വസ്റ്റ്യൻസ് ചോദിക്കും, പക്ഷെ ഞാൻ ആ കൂട്ടത്തിലല്ല. ഞങ്ങൾ കേട്ടിട്ട് പറയാം. അല്ല, ആ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. പണിയാണോ ലക്കി ഭാസ്കർ ആണോ കണ്ടത്? ഞാൻ ഒരു പാട്ട് പറയും, ആ പാട്ട് പാടണത് ആരാന്ന് വെച്ചാലും മറ്റാളെ നോക്കി പാടണം. ആരാ പാടണേ? ബ്രേക്ക്ഫാസ്റ്റിന് ഷനാസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭക്ഷണ വിഭവം. നമ്മുടെ ഫ്രണ്ടിൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾ കുറച്ചെങ്കിലും റെസ്പെക്ട് പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഇത് നിങ്ങൾ ഒട്ടും എന്താ പറയാ, നമുക്കൊരു വാല്യൂ ഇല്ലാത്ത പോലെ നിങ്ങൾ സംസാരിക്കുന്നത്. ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ, 2-3 മാസമായിട്ടുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മള് ചോദിക്കുമ്പോ അതിനുള്ള ഒരു ഇതിനകത്ത് ഐ എം സോ സോറി, എനിക്ക് ചേട്ടാ ഷനാസിന്റെ പ്രൊഫൈല് കണ്ടപ്പം എന്താണ് ഇതൊന്ന് നോക്കാം എന്ന് വിചാരിച്ചത്. ഈ പ്രൊഫൈൽ ഞാൻ ആദ്യം അങ്ങനെ നോക്കാന്ന് വിചാരിച്ചിട്ടില്ല. ബോറടിക്കുമ്പോ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കളിച്ചോണ്ടിരുന്നേ. അപ്പൊ അതിൽ അക്സെപ്റ്റ് ആയി പോയതാണ്. അത് പോയതാണ്. ഞാൻ വന്നു, കണ്ടു, സംസാരിച്ചു. പിറ്റേ ദിവസം തന്നെ ഞാൻ പറഞ്ഞ എല്ലാരും കൂടി ഇനി ഇവിടേക്ക് വരാൻ എല്ലാരും കൂടി അങ്ങോട്ട് വന്നു. പിന്നെ അങ്ങോട്ട് വന്ന് ഞാനും പോയി കേട്ടോ. ഡിസംബർ 1 പിന്നെ 15 കഴിഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ് ആണ് പറഞ്ഞത്. കഴിഞ്ഞൂറൊന്നും പോണ്ട, ഡിസംബർ 1 മതി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഡിസംബർ 1 കല്യാണം കഴിച്ചത് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നു. പ്രിയേ പ്രിയേതൊരു ഗാനം, ഓ പ്രിയേ. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. മംഗളങ്ങൾ വാരിക്കോരി ചൊരിയാം നമുക്കീ മധുവിധു വസന്തരാവിൽ, പട്ടുമെത്ത വിരിച്ചതിലിരുത്താം ഇവരെ കല്യാണ പാട്ട് പാടി ഉണർത്താം. ഹേ ഹലോ എവ്രിവൺ, മൈൽസ്റ്റോൺ ഇവന്റ്സ് പ്രസൻസ് സുന്ദരി നീയും സുന്ദരൻ ഞാനും, സപ്പോർട്ടഡ് ബൈ ഹോട്ടൽ ഹോയ് പഞ്ചാബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് എന്റെ കൂടെ സുന്ദരി നീയും സുന്ദരൻ ഞാനും ജോയിൻ ചെയ്തിട്ടുള്ളത് ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടുള്ള 2 പേരാണ്. കയ്യില് മൈലാഞ്ചി പോലും പോയിട്ടില്ല, പോയി അല്ലല്ലോ, കാലിൽ എവിടെയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഒരുപാട് സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു നസീല ആൻഡ് ഷനാസ്. വെൽക്കം ടു ദ ഷോ. രണ്ടൊരു നല്ല ടെൻഷൻ അടിച്ചിരിക്കുന്നേന്ന് തോന്നുന്നു. അത് ഞാൻ കസേര അടുപ്പിച്ചിടാൻ പറഞ്ഞപ്പോ തന്നെ അത് ഞങ്ങൾ ചേർന്നിരുന്ന് ശീലമായി പോയത്. കല്യാണം കഴിഞ്ഞിട്ട് ഡിസംബർ 1 ആയിരുന്നു കല്യാണം. അപ്പം ഷൂട്ടും പിന്നെ നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ സമയമുണ്ടോ? ഞങ്ങൾക്ക് നല്ല ടൈം കിട്ടുന്നുണ്ട്. അപ്പൊ സീരിയലൊക്കെ എങ്ങനെ? സീരിയലെല്ലാം കഴിഞ്ഞു. ഇപ്പം ഞാൻ ചെയ്തിരുന്ന വർക്കൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ ഫ്രീ ആയിട്ടാണ് കല്യാണം കഴിച്ചത്. കാരണം ഞങ്ങൾക്ക് ഇങ്ങനൊരു ടൈം കിട്ടാൻ വേണ്ടിട്ട് എല്ലാം ഒന്ന് മാറ്റി വെച്ച് ഫ്രീ ആയിട്ടാണ് കല്യാണം കഴിച്ചത്. ഓക്കെ, അപ്പൊ ഇപ്പൊ എവിടെയായിരുന്നു? കൊല്ലത്തല്ലേ നസീലിന്റെ വീട്? എന്റെ വീട് കൊല്ലത്ത് കൊട്ടാരക്കരയാണ്. ഷാരുവിന്റെ വീട് കൊടുങ്ങല്ലൂരാണ്. ഓക്കെ, അപ്പം ഷനാസ് എന്താ ചെയ്യുന്നേ? ഞാൻ അബുദാബിയിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. എന്റെ ബ്രദറിന്റെ കമ്പനിയിൽ തന്നെയാണ് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. ആണോ? ഓക്കെ, അപ്പൊ അങ്ങോട്ട് പോവാൻ എന്തെങ്കിലും പ്ലാൻ? എന്തെങ്കിലും? 14th ഞാനും പോവാണോ? അപ്പൊ ഞങ്ങൾക്ക് മലയാളികൾ ഇനി എങ്ങനെ കാണും? വരും. ഞാൻ അങ്ങനെ പോലെ പോകും വരും അങ്ങനെ. ഓക്കെ, അപ്പം നമ്മൾ ഈ കല്യാണത്തിന് ശേഷം ഗസ്റ്റ് വരുമ്പോ എല്ലാവരും കുറെ ക്ലീഷേ ക്വസ്റ്റ്യൻസ് ചോദിക്കും, പക്ഷെ ഞാൻ ആ കൂട്ടത്തിലല്ല. ഞങ്ങൾ കേട്ടിട്ട് പറയാം. അല്ല, ആ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. നമ്മൾ നേരെ ഒരു സെഗ്മെന്റിലോട്ട് പോവാം. അടിപൊളി. ഈ സെഗ്മെന്റിന്റെ പേരാണ് മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഓക്കെ, തുടങ്ങാം. റെഡി അല്ലേ? ചാടി ചാടിക്കൊന്ന് ഉഷാറായിട്ടിരിക്കേ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ഒരു സെഗ്മെന്റിൽ നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഒരു 2 സ്ലേറ്റ്. ഇതാ പ്രോപ്പർട്ടി വരട്ടെ. ഓക്കെ ഓക്കെ, കോപ്പി അടിക്കരുത്. ഒരു കള്ളത്തരം ഞാൻ മണക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് അറിയണ്ടേ നിങ്ങൾക്ക് എത്ര പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാന്ന്? അറിയണ്ടേ? അറിയണ്ടേ? മതിയായി. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നസീലയുടെ സംസാരത്തിൽ ഏറ്റവും കൂടുതലായി കടന്നു വരാറുള്ള ഒരു ഇംഗ്ലീഷ് വേർഡ്. ഭയങ്കര വലുതാക്കിയതാണ്, നമുക്ക് ക്യാമറയിൽ കാണണം. എന്താ? വേഗം എഴുതണം. എഴുതി തുടങ്ങി. ലാൻഡ്സ്കേപ്പ്. ഓക്കെ, നസീല ഏറ്റവും കൂടുതൽ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് വേർഡ് ഏതാണ്?
എനിക്ക് മനസ്സിലായി ഇവിടെ വന്നപ്പോ നമ്മൾ സംസാരിച്ച് നമ്മൾ ആ ഒരു ഇന്ററാക്ഷനിൽ എനിക്ക് മനസ്സിലായി അത് തന്നെയാണോ നിങ്ങൾ എഴുതിയേക്കണേ നോക്കാം നമുക്ക്. ഓക്കെ, രണ്ടല്ല എഴുതിയില്ലേ? ഓക്കെ, ഒരുമിച്ച് കാണിച്ചോ. ലവ് യു. അതെ, അതല്ലേ സംസാരിക്കുമ്പോഴൊക്കെ വെറുതെ ലവ് യു പറയോ? ഞങ്ങള് വെറുതെ മിനിറ്റിന് പറയും. ലവ് യു പറഞ്ഞോണ്ടിരിക്കും. ഞാൻ ഉദ്ദേശിച്ചത് പുറത്തുള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പോ എന്താ പറയുന്നത്, ഞങ്ങള് പരസ്പരം സംസാരിക്കണ ഞങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ കൂടുതൽ പറയുന്നതാണ് ഞങ്ങൾ എഴുതിയത്. അതെ, ഹൗ സ്വീറ്റ് എന്നൊക്കെ. ഓക്കെ, അടുത്തത് വായിച്ചേക്കാം. അടുത്ത ക്വസ്റ്റിനോട്ട് നമുക്ക് പോയാലോ? ഓക്കെ, ഷനാസിന്റെ സ്വഭാവത്തിൽ നസീലയ്ക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയി തോന്നിയ ഒരു കാര്യം എന്താണ് ആ കാര്യം? ഓക്കെ, തിരിച്ചോ, കാണിച്ചോ. ആ ജെനുവിനിറ്റി, കെയറിങ്. തെറ്റിപ്പോയി. അപ്പൊ ഒരു ചെറിയൊരു പണിഷ്മെന്റ് ഉണ്ട്. ഓക്കെ, എന്താണ് പണിഷ്മെന്റ്? ഓക്കെ, അപ്പം ശരിക്കും എന്താണ്, കെയറിംഗ് ആണോ ജെനുവിനിറ്റി ആണോ കറക്റ്റ്? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ജെനുവിനിറ്റി ആണ്. ഓക്കെ, ജെനുവിൻ ആയതുകൊണ്ടാണല്ലോ കെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ടാസ്ക് എന്താന്ന് വെച്ചാല് ഒരു പാട്ട് പാടണം, ഒരാള് മറ്റൊരാളെ നോക്കണം. ഞാൻ ഒരു പാട്ട് പറയും, ആ പാട്ട് പാടണത് ആരാന്ന് വെച്ചാലും മറ്റാളെ നോക്കി പാടണം. ആരാ പാടണേ? ഷാരു. ഓക്കെ, പാട്ട് ഞാൻ പറഞ്ഞുതരാം. പ്രിയതമാന്ന് പറഞ്ഞ പാട്ടില്ലേ? പ്രിയതമ്മ, അതെനിക്കറിയില്ല. പ്രിയതമ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ഞാനത് പാടിക്കോളാം. അങ്ങനല്ലേ പാട്ട്? ഈ പാട്ട് പ്രൊഡ്യൂസർ പറഞ്ഞു. ഇല്ല, കേട്ടിട്ടില്ല. ഓ പ്രിയേ, അതാന്ന് പാടിക്കോ. പക്ഷെ അതിന്റെ ലിറിക്സ് എനിക്ക് മൊത്തത്തിൽ അറിയില്ല കേട്ടാ. ആ പാട്ടാണോ? എന്താ? ഓ പ്രിയേ, അതാടാ. ഓ ഗാനം. ഞാൻ പാടുന്ന പാട്ട്. പ്രിയേ നിനക്കൊരു ഗാനം. അതെ, ആ പാട്ട്. റെഡി അല്ലേ? റെഡിയാണ്. ഓക്കെ, 1 2 ആക്ഷൻ ഒക്കെ ആവാം. ഓ പ്രിയേ പ്രിയേ നിനക്കൊരു ഗാനം, ഓ പ്രിയേ. പിന്നെ അടുത്തത് പ്രാണനിൽ ഉണരും ഗാനം. നസീലക്ക് പാട്ട് കുറച്ചും കൂടെ നന്നായിട്ട് അറിയാം. ഞാനിപ്പോ പഠിച്ചത് അവളെ കൊണ്ടൊന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ റെഡിയാവും. അതെ അതെ, ഷനാസ് ഇത്രയും പറഞ്ഞ ഒരാൾക്ക് പണിഷ്മെന്റ് എന്നല്ലേ പറഞ്ഞത്? ഇല്ല, പക്ഷെ എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം ആ പാട്ടൊന്ന് പാടണം. ഞാനൊന്ന് കേക്കട്ടെ. അതെ, കേക്കട്ടെ. ഓക്കെ, അപ്പൊ പ്രിയാന്നാക്കാം. പഠിക്കോ? അത് വേണ്ട, എന്താ കേക്കണില്ല. കരളേ നിൻ കൈ പിടിച്ചാൽ കടലോളം ഉൾക്കണ്ണിലാ. അതെന്തൊരു സന്തോഷമില്ലല്ലോ അത് പാടുമ്പോ. ഇതൊരു മറ്റേ പാട്ട്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ഷനാസിന്റെ കുട്ടിക്കാലത്ത് വീട്ടുകാർ വിളിച്ചിരുന്ന പേര് അറിയാന്നൊക്കെ കാണിച്ചു പറയുന്നതിന് ഷാരു. അതെ, കറക്റ്റ് ആണ്. ഇപ്പോഴും അത് തന്നെയായിരുന്നു. അതുകൊണ്ട് നല്ലോണം. ഓക്കെ, അല്ലാണ്ട് ഇരട്ടപ്പേരൊന്നുമില്ല. ആണോ? ഇനി വേണം ഇടാൻ. അതെ, ഓക്കെ. അടുത്തത്, വിവാഹത്തിന് മുമ്പ് ഏറ്റവും അവസാനം ഷനാസ് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കൊപ്പമോ നസീല ഇല്ലാതെ കാണാൻ പോയ സിനിമ? കഴിഞ്ഞ ആഴ്ച കണ്ട സിനിമ ഏതാ? നസീലക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് മനസ്സിലായി, ആലോചിച്ച് നോക്കിയേ. എന്നോട് നല്ല പടാന്നൊക്കെ പറഞ്ഞ് പോയി കാണാന്നൊക്കെ പറഞ്ഞ് ടിക് ടിക് 1 ടിക് ടിക് 2 ടിക് ടിക് 3. പെട്ടെന്ന് ആലോചിക്ക്. ലാസ്റ്റ് എന്റെ പടം ഏതാ? അയ്യോ അയ്യോ, ഞാൻ കണ്ടു. ഞാൻ എഴുതിപ്പോയി. പണി ലക്കി ഭാസ്കർ. പണിയല്ലേ നല്ല പടം. ശരിക്കും ഏതാ കണ്ടേ? ഇത് കാണാൻ പോയപ്പോ ലക്കി ഭാസ്കറാണ് ഞാൻ കണ്ടത്. ഇത് എന്റെ അടുത്ത് പറഞ്ഞില്ലേ? അയ്യോ, ശരിക്കും ഏതാ, പണിയാണോ ലക്കി ഭാസ്കർ ആണോ കണ്ടത്? പണിയാണ്.
പണിയാണ് കണ്ടത്. പണിയാണ് കണ്ടത്. ഇപ്പൊ പണിയായല്ലോ. ഓക്കെ, അപ്പൊ ഷനാസിനാണ് പണിഷ്മെന്റ്. അപ്പം ലക്കി ഭാസ്കർ ആണ് കണ്ടത്, അല്ല പണിയാണ് കണ്ടത്. അപ്പം ഷനാസ് ആണ് തെറ്റിച്ചത്. അപ്പൊ രണ്ടുപേർക്കും ഉള്ള ഒരു ടാസ്ക് ആണ്. അപ്പം സീരിയലിലെ വില്ലത്തി റോളാണ് ഞാൻ വില്ലത്തില്ല. അല്ല നസീല ചെയ്യേണ്ടത് സീരിയലിലെ വില്ലത്തി ക്യാരക്ടറിലോട്ട് ആവണം. ഓക്കെ, ഈ ഉത്തരം തെറ്റിച്ചതിന് ഹസ്ബൻഡിന്റെ അടുത്ത് ചൂടാവണം, പൊട്ടിത്തെറിക്കണം. ഓക്കെ, എന്ത് പണിയാ നിങ്ങൾ കാണിച്ചത്? നിങ്ങൾക്ക് ലാസ്റ്റ് ആയിട്ട് കണ്ട സിനിമ പോലും ഓർമ്മയില്ലേ? അത് വളരെ മോശമായി പോയി. ഓക്കെ ഓക്കെ, ഷാരു എന്താ ഇപ്പൊ കാണിച്ചത്? എന്ത് പണിയാ ഷാരു കാണിച്ചത്? ഇത്ര പോലും ഓർമ്മയില്ലയോ ഷാരുവിന്? ഇങ്ങനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഷാരു എങ്ങനെ ഓർക്കും? നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഓർക്കൂടി. എങ്ങനെ ഓർക്കൂന്നാ പറയുന്നത്? ഇപ്പൊ ഈ ഒരു നിസ്സാര കാര്യം പോലും ഷാരുവിന് ഓർക്കാൻ വയ്യ. അറിയാണ്ട് പറ്റിപ്പോയി. അങ്ങനെ അറിയാതെ പറ്റരുത്. എല്ലാ കാര്യവും ചെയ്തിട്ട് അറിയാതെ പറ്റിന്ന് പറഞ്ഞാൽ മതിയോ? ഫസ്റ്റ് ഇന്റർവ്യൂ തന്നെ കൊളായല്ലോ. ഫസ്റ്റ് ഇന്റർവ്യൂ തന്നെ ചളവായി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. വാ നമുക്ക് പോവാം. വേണ്ട, എന്റെ മൂഡ് പോയി. അയ്യോ ചേച്ചി, ഒരു ഫസ്റ്റ് ഇന്റർവ്യൂനല്ലേ, സാരില്ല, കുഴപ്പമില്ല, ഞാൻ ക്ഷമിക്ക്. അല്ല, മൊത്തത്തിൽ മൂഡ് പോയടാ. വേണ്ട, അല്ല ഫസ്റ്റ് ഇന്റർവ്യൂ അല്ലേ, സാരമില്ല. നമ്മളെ പോലെ ആർട്ടിസ്റ്റ് അല്ലല്ലോ, ഒരു തെറ്റൊക്കെ പറ്റൂലേ. എന്നൊരു 5 മിനിറ്റ് കഴിയട്ടെ. ഒരു വട്ടം ക്ഷമിച്ചേക്ക്. അതെ മതി, ഇന്ന് എല്ലാരും കൂടി മൂഡ് പോയി, ഞാൻ ഇന്റർവ്യൂവിന് ഇരിക്കണില്ല. ഓക്കെ, നാസിലക്ക് സീരിയൽ ആക്ടേഴ്സിൽ ഏറ്റവും കൂടുതൽ ആരാധനയുള്ള ഒരു സീനിയർ ആക്ടർ ഓർ ആക്ട്രസ്? സീരിയലാ ചെയ്തിട്ടുള്ളതില് ആരുടെ ഒപ്പം വർക്ക് ചെയ്യണ്ട? എനിക്ക് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം. എനിക്ക് അങ്ങനെ ഒരു ഇതില്ല. ഇല്ല ഇല്ല, ഞാൻ ആരുടെ കൂടെ ചെയ്താലും ഹാപ്പിയാണ്. ഓക്കെ, സിനിമയിലായിക്കോട്ടെ. ഓക്കെ, എഴുതിയോ? അതെന്താ? സിനിമയിലല്ലേ? അതെ. ഓക്കെ, എഴുതിയോ? ആ, കറക്റ്റ്. ഓക്കെ, നൈസ് നൈസ്. മമ്മൂക്കന്റെ സിനിമയിൽ അഭിനയിക്കാനാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? എല്ലാവരുടെയും ആഗ്രഹമല്ലേ. എങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞാനാ ഇഷ്ടം? മമ്മൂക്കന്റെ സിനിമയിൽ ക്യാരക്ടർ ആയാലും ഞാൻ ഹാപ്പിയാണ്. പണ്ട് തൊട്ടേ എനിക്ക് മമ്മൂക്ക അത്ര ഇഷ്ടമാണ്. നൈസ് നൈസ്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. ഏത് കളർ കോസ്റ്റ്യൂമിലാണ് നാസില കാണാൻ കൂടുതൽ ഭംഗി? ഒറ്റടിക്ക് ഇതും ബ്ലാക്ക്. എനിക്ക് റെഡ് ഇഷ്ടമാണ്. അപ്പൊ ഒരു പണിഷ്മെന്റ് ഉണ്ട്, തെറ്റിച്ചല്ലോ. ഈ പണിഷ്മെന്റ് മൊത്തം ഇരിക്കും അത്ര. ഇല്ല, ഇത് നിങ്ങൾ രണ്ടുപേരും ആക്ട് ചെയ്യേണ്ട ഒരു സെഗ്മെന്റ് ആണ്, ഒരു ടാസ്ക് ആണ്. ഓക്കെ, അപ്പൊ ഞാനാണെങ്കിൽ ഇവിടെ ലൈക്ക് ഒരു ലൈവ് സിറ്റുവേഷൻ ആണ്. അപ്പൊ അതിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു, നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. പറയണോണ്ടൊന്നും തോന്നരുത്, നിങ്ങൾ ഇന്റർവ്യൂവിന് തീരെ സഹകരിക്കുന്നില്ല. നമ്മുടെ ഒരു ആങ്കർ നമ്മുടെ ഫ്രണ്ടിൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾ കുറച്ചെങ്കിലും റെസ്പെക്ട് പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഇത് നിങ്ങൾ ഒട്ടും എന്താ പറയാ, നമുക്കൊരു വാല്യൂ ഇല്ലാത്ത പോലെ നിങ്ങൾ സംസാരിക്കുന്നത്. ഞങ്ങൾ എങ്ങനെയാണോ അങ്ങനെയല്ലേ ഞങ്ങൾക്ക് പെരുമാറാൻ പറ്റത്തുള്ളൂ. അല്ല, നമ്മൾ ഒന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അത്രയും ഒരു സീനിയോറിറ്റി ഉള്ള ഒരാളൊന്നും അല്ല. ഞാൻ ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ, 2-3 മാസമായിട്ടുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മള് ചോദിക്കുമ്പോ അതിനുള്ള ഒരു ഇതിനകത്ത് ഐ എം സോ സോറി, എനിക്ക് പൊക്കോട്ടെ ചേട്ടാ. എനിക്കറിയാം. ഞാൻ വിചാരിച്ചൊന്ന് വിളിക്കാനെങ്കിലും അടുത്ത ഫുഡ് ഓർഡർ ചെയ്യാന്നല്ലേ? നമുക്ക് പോവാൻ. അത് പ്രതീക്ഷിച്ചില്ലല്ലോ. നമ്മളെങ്ങനാണോ അങ്ങനല്ലേ. നമ്മുടെ സെഗ്മെന്റ് കഴിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ ബാക്കി വിശേഷങ്ങളിലോട്ട് വരികയാണെങ്കിൽ എല്ലാവർക്കും ഉള്ള സംശയമായിരിക്കും, നിങ്ങൾ ഇപ്പൊ ഇത്രയും ബോണ്ട് ഒക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾ ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ?
അറേഞ്ച് മാരേജ് ആണ്. അറേഞ്ച് മാരേജ് ആണ്, പക്ക അറേഞ്ച് പക്ക അറേഞ്ച് മാരേജ് ആണ്. മാരേജ് ആണ്. അപ്പൊ എല്ലാവർക്കും ഉള്ള സംശയമായിരിക്കും, നിങ്ങൾ ഇത്രയും ബോണ്ടും എന്താ രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം അറേഞ്ച് മാരേജ് ആണോ ലവ് മാരേജ് ആണോ എന്നുള്ളത്? ഞങ്ങളുടെ പക്ക അറേഞ്ച് മാരേജ് ആണ്. ആണോ? അതെ. ആ ഒരു സ്റ്റോറി നമുക്കറിയാം, ഭയങ്കര ആഗ്രഹം. നമ്മുടെ ഫസ്റ്റ് പ്രപ്പോസൽ വരുന്നത് മാട്രിമോണി ത്രൂ ആണ്. ഏതാണ് മാട്രിമോണി? മുസ്ലിം ഓക്കെ. അത് ഭയങ്കര കോമഡിയാണ്. മുസ്ലിം മാട്രിമോണിയിലാണ് വന്നത്. ഫസ്റ്റ് റിക്വസ്റ്റ് ഇട്ടിട്ട് എത്ര നാളായിട്ടുണ്ടായിരുന്നു? ഞാൻ റിക്വസ്റ്റ് ഇട്ട് കുറെ നാൾ കഴിഞ്ഞിട്ട് ഞാൻ റിക്വസ്റ്റ് ഇട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. കുറെ നാൾക്ക് ശേഷമാണ് അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വിത്ത് മൊബൈൽ നമ്പർ വന്നത്. ഞാൻ ആദ്യം വിളിക്കുന്നത് അത് ഭയങ്കര കോമഡിയാണ്. ഞാൻ ഫേസ് ഒന്നും കണ്ടില്ല. ഞാൻ ജസ്റ്റ് നമ്മൾ ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്ത അക്സെപ്റ്റ്, ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്ത ഡിക്ലൈൻ. അപ്പൊ ബോറടിക്കുമ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കളിച്ചോണ്ടിരുന്നേ. അപ്പൊ അതിൽ അക്സെപ്റ്റ് ആയി പോയതാണ്. അത് പോയതാണ്. അത് കഴിഞ്ഞിട്ട് ഷാരൂം വിട്ട് കളഞ്ഞതാണ്. റെസ്പോണ്ട് ചെയ്യാതിരുന്നപ്പോ ഷാരൂം അത് ഭയങ്കര ജാടായിരിക്കും പറഞ്ഞിട്ട് വിട്ട് കളഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് അത് അക്സെപ്റ്റ് ആയി. അതിനുശേഷം ഷാരൂഖ് കോണ്ടാക്ട് നമ്പർ എടുത്ത് ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്യുന്നത് മമ്മീനാണ്. അത് കഴിഞ്ഞിട്ട് ഷാരൂഖ് എന്താണ് മമ്മീനോട് പറഞ്ഞത്? പറയും. മമ്മീന്റെ അടുത്ത് പിന്നെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞാൻ ഇങ്ങനെ ഗൾഫിലാണ് വർക്ക് ചെയ്തോണ്ടിരിക്കുകയെന്ന് പറഞ്ഞ് മമ്മിയും പറഞ്ഞ്, മമ്മി ആദ്യം എന്റെ അടുത്ത് പറഞ്ഞിരുന്നില്ല ആക്ട്രസ് ആന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് എന്റെ അടുത്ത് പറഞ്ഞത് ഒരു സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞേ. ഞാൻ പറഞ്ഞ ഓക്കെ, അതിനെന്താ, അത് പ്രൊഫഷണൽ അല്ലേ, അത് കുഴപ്പമൊന്നുമില്ല, അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാനെന്നാ മോളായിട്ട് സംസാരിപ്പിക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ നെസുവായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ സംസാരിച്ചു. അപ്പൊ ഈ ഒരു പ്രൊഫൈല് മാട്രിമോണിയിൽ കണ്ടപ്പോ ഇതിനൊരു റിക്വസ്റ്റ് അയച്ചേക്കാം എന്ന് തോന്നിയത് എന്തുകൊണ്ടിട്ട്? ഫോട്ടോ ഉണ്ടായിരുന്നോ? ആ ഫോട്ടോ ഉണ്ടായിരുന്നു. പിന്നെ മറ്റേ വർക്കല്ല കരിയർ ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. BCA ഏവിയേഷൻ എല്ലാം കംപ്ലീറ്റഡ് ആണെന്നുള്ളത് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓക്കെ, ആ ഒരു കരിയർ ഗ്രോത്ത് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഗൾഫിൽ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ, ആ ഒരു ലെവലിലാണ് ഞാൻ നോക്കിയത്. അത്യാഗ്രഹമായി പണി പാളി. നല്ല ലോങ് അല്ലേ കൊല്ലം കൊടുങ്ങല്ലൂർ എന്ന് പറയുമ്പോ? അത്യാവശ്യം നല്ല ലോങ് അല്ലേ? ഓക്കെ. അപ്പൊ നാസില ലൈക് ഷനാസിന്റെ പ്രൊഫൈല് കണ്ടപ്പം എന്താണ് ഇതൊന്ന് നോക്കാം എന്ന് വിചാരിച്ചത്? ഞാൻ ആദ്യം അങ്ങനെ നോക്കാന്ന് വിചാരിച്ചിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങള് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴും ഞാൻ ആദ്യം എന്താണ് ഒരു എല്ലാരും പോരാ വലിയ കാര്യമായിട്ടൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ ഭയങ്കര ഫോർമൽ ആയിട്ടൊക്കെ സംസാരിച്ചു. ചെയ്തപ്പോഴും ഞാൻ കുറച്ച് ജാടൊക്കെ ഇട്ടിട്ട് അതവള് വെയിറ്റ് ഒക്കെ ഇട്ട് അങ്ങനെയൊക്കെ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് പിന്നെയും കോൾ ചെയ്യാൻ തുടങ്ങി. 1-2 ദിവസം കൊണ്ട് ആള് ഭയങ്കര ജെന്യൂൻ ആയിട്ട് ഫീൽ ചെയ്തു എനിക്ക്. 2 ദിവസം കൊണ്ടാണ്, പക്ഷെ എന്നാലും നമുക്കൊരു ഇത് തോന്നൂല്ലോ. അപ്പൊ കുറച്ച് ജെന്യൂൻ ആയിട്ട് ഫീൽ ചെയ്തു. എല്ലാ കാര്യങ്ങളും നല്ല ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അത് എന്നോട് മാത്രല്ലേ അങ്ങനെ, അപ്പൊ അങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടപ്പോ നമ്മള് എന്നാ ഓക്കെ നമുക്ക് സംസാരിച്ച് നോക്കാം. അല്ലാതെ നമ്മള് എന്താ കല്യാണം കഴിക്കാമെന്ന് അപ്പോഴും ഡിസൈഡ് ചെയ്തില്ല. നമുക്ക് സംസാരിച്ച് നോക്കാം. പുള്ളി അന്നേരം അബുദാബിയിലായിരുന്നു, നാട്ടിൽ വന്നിട്ടില്ല. എന്നിട്ട് നമ്മൾ പിന്നെ ജൂൺ 29 തുടങ്ങിയിട്ട് ഓഗസ്റ്റ് ഒരു 2-ാം തീയതി നമ്മള് ഓഗസ്റ്റ് 3-ാം തീയതി ആള് 2 ദിവസത്തേക്ക് നാട്ടിൽ വന്നു പെണ്ണ് കാണാൻ വേണ്ടിട്ട്. വന്നു കഴിഞ്ഞിട്ട് ആള് ഫാമിലി, അതൊരു പെണ്ണ് കാണൽ പോലെ തോന്നിയില്ല. പെണ്ണ് കാണൽ എന്ന് പറയുമ്പോ വരുന്നു, ചായ തരുന്നു, അങ്ങനത്തെ പരിപാടികൾ. നേരെ വരുന്നു, നേരെ ഫുഡ് കഴിക്കുന്നു, ഫാമിലി ആയിട്ട് വൈബാവുന്നു. ഫാമിലീസും ഭയങ്കര വൈബായി. പിന്നെ അതുപോലെ നമ്മള് കെട്ടുന്ന അവർക്ക് അറിയാവുന്നത് പോലെ ആയിരുന്നു. ഞങ്ങൾ ഓൾറെഡി ഒരു 2-3 മാസമായിട്ട് സംസാരമൊക്കെ ആയിട്ട് നമ്മൾ അങ്ങോട്ടും കൂടി ഇഷ്ടം പറഞ്ഞില്ല. കണ്ട് ഓക്കെ ആണ്, നേരിട്ട് കൂടി കാണണല്ലോ, കണ്ട് ഓക്കെ ആണെങ്കിൽ ഓക്കെ നമുക്കത് പ്രൊസീഡ് ചെയ്യാം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വന്നു, കണ്ടു, സംസാരിച്ചു. പിറ്റേ ദിവസം തന്നെ ഞാൻ പറഞ്ഞു എല്ലാരും കൂടി ഇനി ഇവിടേക്ക് വരാൻ എല്ലാരും കൂടി അങ്ങോട്ട് വന്നു. പിന്നെ അങ്ങോട്ട് വന്ന് ഞാനും പോയി കേട്ടോ. അതിന്റെ നെക്സ്റ്റ് ഡേ ഞാൻ തിരിച്ചു കയറി അബുദാബിക്ക് പോയി. അത് അല്ല, അന്ന് നമ്മള് കൊടുങ്ങല്ലൂരേക്ക് വന്ന സമയത്ത് തന്നെ നമ്മള് കല്യാണം നമുക്ക് ഉടനെ തന്നെ വേണം, ഒരുപാട് ലേറ്റ് ആക്കണ്ട. കാരണം ഞങ്ങള് 2 ആളും കല്യാണം കഴിക്കാതെ ഇങ്ങനെ നടക്കായിരുന്നു വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ സ്കൂട്ടായി നടക്കുന്നവരായിരുന്നു. അപ്പൊ വീട്ടുകാർക്ക് ഇനി ശരിയാവത്തില്ല ഞങ്ങളെ ലോക്കാക്കാൻ വേണ്ടി പറഞ്ഞു, ഇല്ല പറ്റത്തില്ല, ഈ ഇയർ തന്നെ എന്തായാലും നിങ്ങൾ കല്യാണം കഴിക്കണം. അങ്ങനെ പിന്നെ ഡിസംബറിലേക്ക് ആക്കി. എന്നിട്ട് ആദ്യം 2 ഡേറ്റ് പറഞ്ഞു. പിന്നെ ഇപ്പൊ വീട്ടുകാർ പറഞ്ഞു വേണ്ട ഫസ്റ്റിന് തന്നെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഡിസംബർ 1 പിന്നെ 15th കഴിയുന്നവരൊന്നും പോണ്ട,
ഡിസംബർ 1 മതി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഡിസംബർ 1 കല്യാണം കഴിച്ചത് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നു. പിന്നാണ് ഞങ്ങൾ തമ്മിൽ ഒരു എന്താ പറയാ കുറച്ച് കൂടുതൽ അറിഞ്ഞു തുടങ്ങിയത് കല്യാണം കഴിഞ്ഞതിന് ശേഷം. അല്ല അയ്യോ അല്ല, അത് 4 ദിവസമേ ഉള്ളൂ. പെണ്ണ് കാണൽ കഴിഞ്ഞിട്ട് പോയ സമയത്ത് അല്ലെ പോയിട്ട് പിന്നെ നമ്മൾ കുറച്ചുകൂടി ക്ലോസ് ആവാൻ തുടങ്ങി. അപ്പൊ ഈ നമുക്കിങ്ങനെ ഈ ഒരുപാട് പ്രപ്പോസൽസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടാവില്ലേ, ഇങ്ങനത്തെ ഒരു ചെക്കൻ വേണം. അപ്പൊ ലൈക് നാസിൽ ഇപ്പൊ ഈ ഒരു ലൈക് ആക്ടിങ് ഫീൽഡ് ആയതുകൊണ്ട് അങ്ങനത്തെ ലൈക് ഒരു ആക്ടർ വേണം, അല്ലെങ്കിൽ എന്റെ ഒരു കരിയർ മനസ്സിലാക്കുന്ന ഒരാൾ വേണം, അങ്ങനത്തെ എന്തെങ്കിലും കോൺസെപ്റ്റ്സ് ഉണ്ടായിരുന്നു? എനിക്കൊരു ആക്ടറിനെ കല്യാണം കഴിക്കാൻ സത്യം പറഞ്ഞാൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ള ഒരാളായിരിക്കണം. ജെനുവിനിറ്റിയിലാണ് വീണതെന്നാ പറയാം. ഞാൻ അതിൽ തന്നെയാണ് സത്യം പറഞ്ഞാൽ വീണത്. ജെനുവിൻ ആയിരിക്കണം. അല്ലാതെ എല്ലാരും പറഞ്ഞ പോലെ എന്നെ ഭയങ്കര കെയർ ചെയ്യണം, ഭയങ്കര വേണ്ട, അങ്ങനത്തെ ഒരു സംഭവമല്ല. കെയറേട്ടനാണ്, പക്ഷെ ഞാൻ അതല്ല, എനിക്ക് ആ ഒരു ജെനുവിനിറ്റി തന്നെയായിരുന്നു ഇഷ്ടപ്പെട്ടത്. പിന്നെ മനസ്സിലാക്കും, നമ്മളെ നന്നായിട്ട് നമ്മൾ എന്താണ്, നമ്മുടെ പ്രൊഫഷൻ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ നല്ല സപ്പോർട്ടീവ് ആണ്. അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ, അല്ലാണ്ട് വേറൊന്നും കണ്ടിട്ടില്ല. ഷനാസിന്റെ കോൺസെപ്റ്റ്സ് എന്തൊക്കെയായിരുന്നു? എനിക്ക് അങ്ങനെ കോൺസെപ്റ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആരായാലും അങ്ങനല്ല, സംസാരിച്ചു തുടങ്ങി ഒരു വൈബായപ്പോ പിന്നെ ഓക്കെ. വേറെ എനിക്ക് പ്രത്യേകിച്ച് കോൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. സംസാരിച്ചു തുടങ്ങിയ ഒരു വൈബായി കഴിഞ്ഞാൽ കെട്ടാം അത്ര തന്നെ. ഇപ്പൊ നാസിലിന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ലൈക് ഒരു മുസ്ലിം ഫാമിലി എന്ന് വരുമ്പം നമുക്ക് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടാവും. ഇപ്പൊ ലൈക്ക് ആ ഒരു കമ്മ്യൂണിറ്റി ഇപ്പൊ നമ്മുടെ ഫാമിലി തന്നെയായാലും എനിക്കൊന്ന് കുറച്ചും കൂടെ നല്ല ഫാമിലി ഭയങ്കര സപ്പോർട്ടീവ് ആണ് എന്ന് തോന്നുന്നു. എന്റെ ഫാമിലി ലൈക്ക് എന്റെ ബാപ്പ, മമ്മി, ഇക്ക ഇവരെല്ലാം നല്ല സപ്പോർട്ടീവ് ആണ്. അപ്പൊ ഈ ഒരു ആക്ടിങ് ഫീൽഡിലോട്ട് വരുന്ന സമയത്ത് ഫാമിലിയിൽ വേറെ ആരെങ്കിലും ഇപ്പൊ ഇങ്ങനെ അത് വേണോ, നമ്മള് ഇങ്ങനെ അങ്ങനെ വേണോ, എന്തായാലും കാണുമല്ലോ. അത് നമ്മളിപ്പം ആക്ടിങ് എന്നല്ല എന്തൊരു കാര്യത്തിന് പോയാലും എന്താ പോസിറ്റീവായിട്ട് പറയുന്നവരും കാണും, നെഗറ്റീവായിട്ട് പറയുന്നവരും. നമ്മൾ നമ്മുടെ ഇഷ്ടം, നമ്മുടെ ആഗ്രഹം, നമുക്ക് എന്താണ് പറ്റുന്നത് അതല്ലേ നമ്മൾ. അതെ അതെ. അപ്പൊ ഇങ്ങനെ ലൈക് നിങ്ങളിപ്പം സംസാരിച്ചെന്ന് പറഞ്ഞല്ലോ, സംസാരിച്ച സമയത്ത് ഇങ്ങനെ ഷനാസിന്റെ അടുത്ത് പറഞ്ഞോ എനിക്ക് ആക്ടിങ് ആണ് എന്റെ ലൈക്ക് ഈ ഒരു കരിയർ വിട്ട് എനിക്ക് വേറൊരു ഇതിനും പോവാൻ താല്പര്യമില്ല അങ്ങനെ പറഞ്ഞു? ഇങ്ങോട്ട് തന്നെ പറഞ്ഞു പോവണ്ട, തന്നെ ചെയ്താൽ മതി. ഞാൻ പലപ്പോഴും പറയും ഞാനൊരു ബ്രേക്ക് എടുക്കാം, ഇനിയിപ്പോ ഇതൊന്നും വേണ്ട എന്നൊക്കെ. ഞാൻ ചില സമയങ്ങളിലൊക്കെ നമുക്ക് പല മൂഡ് സ്വിങ്സ് ഒക്കെ വരുമ്പോഴൊക്കെ പറയുമ്പോഴും എന്റെ അടുത്ത് ഇങ്ങോട്ട് പറയും ഇതാണ് നിനക്ക് പറ്റിയത്, ഇത് മതി എന്ന് പറയും. ഹൗ സ്വീറ്റ് അല്ലേ. ഓക്കെ. അപ്പൊ നമ്മളാണെങ്കിൽ ഇപ്പം നാസിലിനെ നോക്കുകയാണെങ്കിൽ നമ്മള് സൂര്യയില് കണ്ടിട്ടുണ്ടായിരുന്നു, സി കേരളത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു, പിന്നെ മഴവിൽ മനോരമയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലായിടത്തും ഇങ്ങനെ നിറഞ്ഞു നിൽക്കാണ് എല്ലാ ചാനൽസിലും. അപ്പൊ ഇതുവരെ വർക്ക് ചെയ്ത ചാനൽസിൽ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എന്താ പറയാ ആ ഒരു സെറ്റ് ഭയങ്കര എനിക്ക് സൂര്യ അനിയത്തിപ്രാവിന്റെ സെറ്റാണ് എന്റെ ഫേവറേറ്റ് സെറ്റ്. ആ ഒരു ക്യാരക്ടറും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്. അതിനകത്ത് ഇപ്പൊ ശ്രീകാന്ത് ആ ഒരു കോംബോ ഭയങ്കര ഹിറ്റ് ആയിരുന്നല്ലോ. അപ്പം ലൈക്ക് ഇപ്പോഴും പുറത്തു പോകുമ്പോഴും ആൾക്കാർ ആ ഒരു ക്യാരക്ടറിന്റെ പേരിലാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല അതെനിക്കൊരു ചലഞ്ച് ആയിരുന്നു ആ ഒരു ക്യാരക്ടർ. ലൈക്ക് അതൊരു തഹസീൽദാർ ആയിരുന്നു. അപ്പൊ ഞാൻ അവിടെ ചെന്ന് സാരി കൊടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോ തന്നെ എല്ലാരും പറയും ഇത്രയുള്ള ഒരു സാധനം കയറി ഇങ്ങനെ ഇരിക്കുന്നു എന്ന് പറയും. അപ്പൊ അത് ഫസ്റ്റ് ഒക്കെ എനിക്ക് അത് ആ ഒരു ക്യാരക്ടർ വരാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളത് സെറ്റായി. പിന്നെ എനിക്ക് ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അതിനകത്ത് ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ പോലെ സാരിയൊക്കെ കൊടുത്ത് കുറച്ച് മെച്ചോർഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ശരിക്കും എങ്ങനെയാണ്? മെച്ചോർഡല്ല, പോയിട്ടില്ല. അതൊക്കെ സീരിയലിലും അത്രേ ഉള്ളൂ. ഞങ്ങള് മറ്റേ കുണുവാവ സെറ്റപ്പ് അതൊക്കെ മേലെ. ഓക്കെ. അപ്പൊ നമ്മൾ അടുത്തത് ഒരു ചെറിയൊരു റാപ്പിഡ് ഫയറിലേക്കാണ് പോകുന്നത്. നമ്മൾ വർത്താനം പറഞ്ഞതല്ലേ ഇത്. ഞാനിപ്പോ ഒരു കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. അപ്പം ഞാൻ ആദ്യം ഷനാസിന്റെ അടുത്ത് ചോദിക്കും, കറക്റ്റ് ആണോ എന്ന് സത്യം പറയണം. ഓക്കെ. ഒരുമിച്ച് പോവാൻ നസീല ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന പ്ലേസ്? എന്റെ കൂടെ എപ്പോഴും പോവാൻ എവിടെ പോവാൻ. അല്ല എന്നാലും ഇങ്ങനെ പറഞ്ഞില്ല നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ പോണം എന്നൊക്കെ പറയൂലേ? ഒന്നും പറഞ്ഞിട്ടില്ല. എന്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ എവിടെയും വരാൻ അവൾ റെഡിയാണ്. അങ്ങനെ എനിക്ക് ഒരു ഡ്രീം പ്ലേസ് അങ്ങനെയൊന്നുമില്ല. എവിടെ പോയാലും നമ്മളെ ഹാപ്പി ആയിട്ടിരിക്കണം, അതാണ് എന്റെ ഒരു കൺസെപ്റ്റ്. എവിടെ പോയാലും എൻജോയ് ചെയ്യണം, ഹാപ്പി ആയിട്ടിരിക്കണം. പിന്നെ ഷാരൂന്റെ കൂടെ എവിടെ പോകാനും ഓക്കെ. അപ്പൊ അടുത്തത് നസീലന്റെ അടുത്താണ്. ഓക്കെ. പാർട്ട്ണറിനോട് പറയാത്ത ചെയ്ത ഒരു കള്ളത്തരം?
പറയട്ടെ. പറഞ്ഞോ. എന്റെ അടുത്ത് അത് എന്തോ ഞങ്ങൾ തമ്മിൽ ചെറിയൊരു എന്തോ ഒരു ഉടക്കില് നിൽക്കുന്ന ദിവസമായിരുന്നു. അപ്പൊ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് പിറ്റേ ദിവസം സ്റ്റോറി ഇട്ടപ്പോ എനിക്ക് മൊത്തത്തിൽ ഇളകി നിൽക്കുകയാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞില്ല, കറങ്ങി നടക്കല്ലേ. ആ ഒരൊറ്റ കാര്യമുള്ളൂ എന്നോട് പറയാത്ത. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നസീൽ എന്തെങ്കിലും പറയാണ്ട് ചെയ്ത എന്തെങ്കിലും കള്ളത്തരമുണ്ടോ? അവളെല്ലാ കാര്യങ്ങളും എന്റെ അടുത്ത് ഓപ്പൺ ബുക്കാണ്. ഓപ്പൺ ബുക്കാണ്. അത് ഇന്ന് പറഞ്ഞില്ലെങ്കിലും എന്ന് പറയണമെന്നല്ല, അപ്പൊ തന്നെ വന്ന് പറയും. ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്നത്, നിങ്ങൾ വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ? പിന്നെ എത്ര ഇന്നലെ ഉണ്ടായിരുന്നു. എല്ലാരും ഉണ്ടാക്കണം. കല്യാണത്തിന്റെ അന്ന് ആരെങ്കിലും വഴക്കുണ്ടാക്കും? ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് വഴക്കുണ്ടാക്കി അത് ഞങ്ങളിങ്ങനെ ചെറിയ 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 അടികൾ. എന്നാലും പൊതുവെ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്നത് എന്തിന്റെ പേരിലാ? അല്ല, ഈ ഒരു കാര്യം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും നസീല വഴക്കുണ്ടാക്കും എന്നുള്ള. അവളോട് പറയാണ്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവള് വഴക്കുണ്ടാക്കും. കാരണം ഞാൻ എല്ലാ ആളോട് പറയാറുണ്ട്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും പറയും. അപ്പൊ എനിക്ക് തിരിച്ചും അതുപോലെ പറയണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷെ പലപ്പോഴും ഷാരൂന്റെ തിരക്കൊക്കെ കാരണം ചില കാര്യങ്ങളൊക്കെ ഞാനത് നോക്കി ആ പോയിന്റ് കണ്ടെത്തിയിട്ട് അവിടെ വഴക്കുണ്ടാക്കും. ആദ്യമൊക്കെ പറയുമ്പോ ഷാരൂ പറ എന്നൊക്കെ പറഞ്ഞ ചാടൊക്കെ ഇടുവന്നു. ഓക്കെ, അടുത്തത് ഫസ്റ്റ് ഗിഫ്റ്റ്. നസീല വാങ്ങിച്ചെന്ന ഫസ്റ്റ് ഗിഫ്റ്റ്. ഞാൻ പിന്നെ പേര് തെറ്റിച്ചാണല്ലേ പറയണേ. നാസില വാങ്ങിച്ചെന്ന ഫസ്റ്റ് ഗിഫ്റ്റ്. കൈ അങ്ങോട്ട് കാണിക്ക്. ഇതാണ് ഫസ്റ്റ് വാങ്ങിച്ച. മോതിരാണോ വാച്ചാണോ? രണ്ടും ഉണ്ട് കയ്യിൽ. റിംഗ് ആണ് ഫസ്റ്റ് വാങ്ങിച്ചെന്ന ഗിഫ്റ്റ്. അതുപോലെ തന്നെ ഷനാസ് ആദ്യം വാങ്ങിച്ചെന്ന ഗിഫ്റ്റ് എന്താ? സ്റ്റാൻലി മഗ്. വെള്ളം കുടിക്കുന്ന വെള്ളം കൂടി കുറവായോണ്ടാണോ? അല്ല, എനിക്ക് വെറുതെ കൊണ്ട് തന്നതാണ്. അത് എപ്പോഴാ തന്നേന്നറിയോ? അല്ല, ഞാൻ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ തന്നതിന്റെ കൂട്ടത്തില് എന്റെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ കഴിഞ്ഞിട്ട് വന്നു. അപ്പൊ എനിക്കൊരു സ്റ്റാൻലി മഗ് കൊണ്ട് തന്നു. അതാണ് ഫസ്റ്റ് തന്ന ഗിഫ്റ്റ് അല്ലേ? ഓക്കെ, ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം. രണ്ടുപേരും പറയണം. ആദ്യം ഞങ്ങളുടെ ലൈഫില് അതോ ഷനാസിന്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു ഇത്. അത് നാസില പറ. അത് ഷാരൂന്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ലൈക്ക് ഷനാസ് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അതെന്നെ കല്യാണം കഴിച്ചത് ആണോ? അത് ഷാരൂന് മറക്കാൻ പറ്റത്തില്ല. അതാണ് എന്റെ ആൻസർ. അതായിരുന്നു ലൈഫിൽ മറക്കാൻ പറ്റാത്ത മറക്കാൻ പറ്റത്തില്ല. ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ സാഡ് ആയിട്ടുള്ളതും. ഓക്കെ, ഞാനിപ്പം ഷനാസിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ല ലൈക്ക് നാസിലിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെയിം ഉത്തരം തന്നെ ആയിരിക്കും ഷനാസും പറയാം. കല്യാണം കഴിക്കും. അതല്ലാണ്ട് ലൈക്ക് ലൈഫിൽ വന്നൊരു അച്ചീവ്മെന്റ് ഒട്ടും എക്സ്പെക്ട് ചെയ്യാണ്ട് കിട്ടിയ, അല്ലെങ്കിൽ ഒട്ടും മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്തായിരിക്കും? എന്നെ കിട്ടിയത്. അതല്ലാണ്ട് അതൊരിക്കലും മറക്കാത്തൊരു ഇതാണെന്ന് എനിക്കറിയാം. അതല്ലാണ്ട് ഷാരൂന്റെ ലൈഫില് ഏറ്റവും മറക്കാൻ പറ്റാത്തത് വേറെന്താണ്? അങ്ങനൊന്നുമില്ല, എല്ലാം മറന്നു വന്ന ടൈപ്പാണ്. ഞാൻ ഇടക്കിടക്ക് മറന്നു പോകും എല്ലാ കാര്യങ്ങളും. അതുകൊണ്ടാണ് നമ്മള് ഈ കാര്യം മറക്കത്തില്ല, അതെനിക്കറിയാം. ഈ ഒരു കാര്യം എന്തായാലും മറക്കത്തില്ല. ബാക്കി എല്ലാ കാര്യവും മറക്കും. ഓക്കെ, അപ്പൊ നമ്മളാണെങ്കിൽ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. എനിക്കറിയാം നിങ്ങൾ നല്ല തിരക്കിലായിരിക്കും. ഇനിയും എന്താ പറയാ, എവിടെ ഹണിമൂൺ എന്തെങ്കിലും പ്ലാൻ ചെയ്തോ? ഹണിമൂൺ ഒക്കെ പ്ലാനിങ്ങിലാണ്. എന്തായാലും ഇപ്പൊ 14th പോകും, അബുദാബിക്ക് പോകും. പിന്നെ അവിടെ നിന്നായിരിക്കും. ഇപ്പൊ എന്തായാലും ഇപ്പൊ നമ്മുടെ ഡിസംബർ ഇങ്ങനെ കഴിയാറായി, ന്യൂ ഇയർ തുടങ്ങാണ്. ന്യൂ ഇയർ നിങ്ങൾക്ക് രണ്ടാൾക്കും എന്തെങ്കിലും റെസൊല്യൂഷൻസ് എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ന്യൂ ഇയർ അബുദാബി തന്നെ ആയിരിക്കുള്ളൂ. ദുബായില് റെസൊല്യൂഷൻസ് ഇങ്ങനെയൊക്കെ പോയാൽ മതി. എനിക്ക് ഞാൻ എല്ലാ ഇയറും പുതിയ പുതിയ ഓരോ തീരുമാനങ്ങൾ എടുക്കും. ഒരു 1 വീക്ക് അത് കീപ്പ് ചെയ്ത് പോകും. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും പഴയ പോലെ. എനിക്ക് തോന്നുന്നു ഭയങ്കര ചോക്ലേറ്റ് ലവർ ആണെന്ന് തോന്നുന്നു. ഒരുപാട് വീഡിയോസ് കണ്ടു, ഒരു ബ്രൗണി ഒക്കെ. ഞാൻ ആ വീഡിയോ കണ്ടപ്പോ, ഞാൻ അന്ന് ഷുഗർ ഡയറ്റിലാണ്, ഞാൻ വീഡിയോ കണ്ടപ്പോ എന്താണ് ചോക്ലേറ്റ് ഞാൻ പറയും, ചോക്ലേറ്റ് കണ്ടാൽ ഞാൻ ഷാരൂനെ വരെ മറക്കും. എനിക്ക് അത്ര ഇഷ്ടമാണ്. അത്ര ഇഷ്ടമാണ്. ഓക്കെ, അപ്പം ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒന്നുമില്ല, ചോക്ലേറ്റ് വല്ല ഒഴിവാക്കാൻ അങ്ങനെ തോന്നും? ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് എന്താ പറയാ, നല്ല നല്ല ഇതൊക്കെ ആശംസിക്കുന്നു. അല്ല, എല്ലാവിധ ആശംസകളും നേരുന്നു. എന്താണ് പിന്നെ ഒരുപാട് പ്രൊജക്ട്സിൽ നമുക്ക് നാസിലേനെ കാണാൻ പറ്റട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്.